ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. പക്ഷേ ഇപ്പോൾ അത് കുറേ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇപ്പം ഞാൻ ഗ്രാജുവേറ്റഡ് ആയ സ്റ്റുഡൻ്റാണ്. വളരെ പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. യൂണിഫോമൊക്കെ ഇട്ട് എല്ലാം നല്ല പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ഒരു പ്രൗഡ് മൂമെൻ്റ് എനിക്ക് ലഭിക്കുമെന്ന്. എൻ്റെ ഫാദറും അതിൽ ഒരുപാട് പ്രൗഡായിട്ടിരിക്കുകയാണ്. മോളുടെ ഒപ്പം പഠിച്ച മോളുടെ കൂടെ ഡിഗ്രിക്ക് കൂടെ പഠിച്ച ആ മകളെ ആര്യ രാജേന്ദ്രൻ ആ കുട്ടിയാണ് മോളെ ഈ ക്ലാസ്സിലേക്ക് നയിച്ചത് തന്നെ. അപ്പോൾ ആ മോൾക്ക് ഈ വരുന്ന തിങ്കളാഴ്ച വീണ്ടും അതിന് ജോലി ഈ കോഴ്സിലൂടെ ജോബ് ലഭിച്ച അതാണ് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഡോക്ടറാണോ നിങ്ങൾ എഞ്ചിനീയർ ആണോ? അത് ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എടുത്തു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എടുത്ത് 8 വർഷം സമയത്ത് ഞാനൊരു കോമേഴ്സ് ഫീൽഡിലെ സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പം ഒരു ഹോസ്പിറ്റലിലെ ഫാർമസി കൺട്രോൾ ചെയ്യുകയാണ്. ഞാൻ ആന്റിബയോട്ടിക് തൊട്ട് പെയിൻ കില്ലർ ഇവൻ കൂടെ പാരസെറ്റമോളിന്റെ കണ്ടന്റ് ഇപ്പോൾ വന്ന് മനസ്സിലാക്കാം. I am Arya Chandran. I'm from Karunagapalli in Kollam. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്, എവിടെ തുടങ്ങേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് വഴിയാണ് അറിഞ്ഞത്. ഞാൻ റെക്കോർഡഡ് ക്ലാസ് ആയ കാരണം ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് ക്ലാസ് പഠിക്കാം. അതുതന്നെയാണ് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. ന്യൂ ജോയിനേഴ്സിനത് എല്ലാവരോടും പറയാനുള്ളത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് അവോധയുടെ ഈ കോഴ്സ് പഠിക്കാൻ. എനിക്കും ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ജനുവരിയിൽ കോഴ്സ് കഴിഞ്ഞ് ഒരു വിത്തിൻ 1.5 മന്തിനുള്ള എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. ഞാനിപ്പം ആലപ്പുഴയിൽ തന്നെ വർക്ക് ചെയ്യുവാണ്. നല്ല പ്രൗഡ് മൂമെൻ്റ് ആണ്. പോയി പഠിക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല, വീട്ടിലിരുന്ന് പഠിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അതേപോലെ തന്നെ ഇഷ്ടമുള്ള ടൈമിലും എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയതാണ് ഓൺലൈൻ ക്ലാസ് അവോധയിൽ എടുത്തത്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പിയാണ് ഇപ്പോൾ.